നമസ്കാരം. ഇന്ന് കർക്കിടകം 25. അങ്ങനെ മഹായുദ്ധം ആരംഭിക്കുകയാണ്. 4 ദിക്കിലും വാനരപ്പടയും രാക്ഷസപ്പടയും കൂടെ ഭീകരമായ യുദ്ധം തുടങ്ങുന്നു. കിഴക്കേ ഗോപുരത്തിൽ പ്രഹസ്തനും തെക്കേ ഗോപുരത്തിൽ വജ്രദ്രംഷ്ടനും പടിഞ്ഞാറേ ഗോപുരത്തിൽ ഇന്ദ്രജിത്തും രാക്ഷസപ്പടയ്ക്ക് നേതൃത്വം വഹിച്ചു നിൽക്കുകയാണ്. അതുപോലെ തന്നെ നീലനും സൈന്യവും വാനരപ്പടയ്ക്ക് നേതൃത്വം വഹിച്ച് കിഴക്കേ ഗോപുരത്തിലും അങ്കദൻ തെക്കേ ഗോപുരത്തിലും ഹനുമാൻ പടിഞ്ഞാറേ ഗോപുരത്തിലും സുഗ്രീവൻ, ലക്ഷ്മണൻ, വിഭീഷണൻ തുടങ്ങിയവർ വടക്കേ ഗോപുരത്തിൽ നിന്ന് യുദ്ധം ആരംഭിക്കുകയാണ്. ഒട്ടനവധി രാക്ഷസന്മാരെ ഒന്നാം ദിവസത്തെ യുദ്ധത്തിൽ വാനരസേന നിലംപരിശാക്കി. അങ്ങനെ ആ ദിവസത്തെ യുദ്ധം അവസാനിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രാവണൻ വാനരപ്പടയുടെ യുദ്ധതന്ത്രങ്ങളൊക്കെ അറിയാനായിട്ട് 1-2 രാക്ഷസരെ വാനരസേനയുടെ അടുത്തിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ശാർദൂലനും കുറച്ച് രാക്ഷസന്മാരും വാനരന്മാരുടെ രൂപം ധരിച്ച് വാനരസേനയുടെ താവളത്തിൽ പോവുകയാണ്. അവരുടെ യുദ്ധതന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് പോവുകയായിരുന്നു. വാനരപ്പടയ്ക്ക് ഇവരെ മനസ്സിലാക്കിയും ഇവരെ പിടിച്ചു കെട്ടുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ ബഹളമൊക്കെ കേട്ടു വന്ന രാമദേവൻ അവരെ വിട്ടയക്കാൻ പറയുകയും ആ വാനരസേന അവരെ വിട്ടയക്കുകയും ചെയ്തു. അങ്ങനെ അവർ രാവണൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ രാമദേവൻ്റെ കൃപ കൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ ജീവൻ തിരിച്ചിട്ടിയെന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ രാവണനാണെങ്കിൽ ദേഷ്യം കയറി നിൽക്കണം. കാരണം ഒട്ടനവധി നാശനഷ്ടങ്ങൾ രാവണൻ്റെ സേനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാവണൻ ഒരു കാര്യം ചെയ്തു. വിദ്യുത് ജീവൻ എന്ന് പറഞ്ഞൊരു രാക്ഷസനുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ രാമദേവൻ്റെ ശിരസിൻ്റെ ഒരു മായ പ്രതീകമുണ്ടാക്കി അതൊരു തളികയിൽ വെച്ച് സീതാദേവി അത് തുറന്നു നോക്കുമ്പോൾ ശ്രീരാമദേവൻ്റെ ശിരസാണ്, മാന്ത്രിക ശിരസാണ് കാണുന്നത്. അപ്പോൾ ഇത് കണ്ട് സീതാദേവി അലമുറയിട്ട് കരയാണ്. അപ്പോൾ രാവണൻ പറയുന്നുണ്ട്, നിൻ്റെ പതിയുടെ തല ഞാൻ അറുത്ത് കളഞ്ഞു. എനിക്ക് മുന്നിൽ അവൻ വെറും ഒരു ഭീരുവായിരുന്നു. രാമദേവൻ്റെ മാന്ത്രിക ശിരസൊക്കെ കണ്ടിട്ട് സീതാദേവി മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. അപ്പോൾ രാവണൻ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകുന്നു. കുറേ നേരത്തിന് ശേഷം സീതാദേവി സുബോധം വീണ്ടെടുക്കുകയാണ്. അപ്പോൾ സരമ അവിടെ വരികയാണ്. സരമ, ഇത് രാവണൻ്റെ ഒരു മാന്ത്രിക വേലയായിട്ട് നീ കണ്ടാൽ മതി. ഒരിക്കലും ശ്രീരാമദേവൻ്റെ ശിരസ് ഇറക്കാനുള്ള ശക്തിയൊന്നും രാവണനില്ല. രാമദേവനാണ് രാവണൻ്റെ ശിരസ് ഇറക്കുക ഒക്കെ സരമ പറയണം. അപ്പോൾ ഇത് കേട്ട് സന്തോഷത്തോടുകൂടി സീതാദേവി സരമയോട് നന്ദിയൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയം അങ്കദൻ രാവണൻ്റെ കൊട്ടാരത്തിൽ വന്നിട്ട് രാവണനോട് പറയാണ്, എത്രയും വേഗം തന്നെ സീതാദേവി തിരിച്ച് ശ്രീരാമദേവൻ്റെ പക്കൽ കൊടുത്തോളൂ, അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ ആയിരിക്കില്ല, ഇന്നും അതിഭീകരമായിട്ടുള്ള യുദ്ധം നടക്കുമെന്നൊക്കെ പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് അങ്കദനെ പിടിച്ചിട്ടാൻ രാവണൻ പറയുകയും അങ്കദനെ പിടിച്ചിട്ടൊക്കെ ചെയ്തു. പക്ഷെ അങ്കദൻ പുഷ്പം പോലെ രാക്ഷസ സേനയൊക്കെ ഉച്ചൂട് മുടിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ശ്രീരാമദേവൻ്റെ അടുക്കലേക്കൊക്കെ ചെല്ലുകയാണ്. ശ്രീരാമദേവനോട് കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസവും ഘോരമായിട്ടുള്ള യുദ്ധങ്ങൾ നടക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം യുദ്ധത്തിനായിട്ട് രാവണൻ പുറപ്പെടുകയാണ്. അപ്പോൾ രാവണൻ തൻ്റെ അതിവിശിഷ്ടവും അലങ്കാരപൂർണ്ണമായുള്ള രഥത്തിലേറിയിട്ട് ലങ്കയുടെ ഗോപുരവാതിൽ കടന്ന് യുദ്ധക്കളത്തിലേട്ടായിട്ട് പോവുകയാണ്. അപ്പോൾ രാവണനോടൊപ്പം ലങ്കയിലെ ജീവിച്ചിരിക്കുന്ന മറ്റു യോദ്ധാക്കളും മറ്റു പ്രമുഖരും രഥത്തിലേറിയിട്ട് യുദ്ധത്തിനായിട്ട് എഴുന്നള്ളതാണ്. അപ്പോൾ വടക്കേ ഗോപുരത്തിൽ രാവണനും മറ്റു രാക്ഷസ പ്രമുഖരെയൊക്കെ നിൽക്കണമെന്നിട്ട് ശ്രീരാമദേവൻ വിഭീഷണനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇത് ആരൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ വിഭീഷണൻ എല്ലാവരെക്കുറിച്ചും ശ്രീരാമദേവനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ യുദ്ധം ആരംഭിക്കുകയാണ്. യുദ്ധത്തിനിടയ്ക്ക് ഹനുമാൻ രാവണൻ്റെ രഥത്തിലേക്ക് ചാടി കയറുകയും രാവണനെ ശക്തിയായിട്ട് പ്രഹരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ രാവണൻ നിലത്ത് വീണ് ചോര ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഒട്ടനവധി രാക്ഷസ പ്രമുഖരെയൊക്കെ ശ്രീരാമസേന വധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ രാവണൻ ലക്ഷ്മണൻ്റെ നേർക്ക് ഒരു വേലി തൊടുത്തുവിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തറച്ച് ലക്ഷ്മണകുമാരൻ ബോധരഹിതനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ഹനുമാൻ വന്ന് ലക്ഷ്മണകുമാരനെ എടുത്ത് ശ്രീരാമദേവൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. ലക്ഷ്മണകുമാരൻ്റെ അവസ്ഥ കണ്ടിട്ട് ശ്രീരാമദേവന് ദേഷ്യം കയറി ശ്രീരാമദേവൻ രാവണനോടായിട്ട് അതിഭീകരമായിട്ടുള്ള യുദ്ധം തുടങ്ങുകയാണ്. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ അവസാനം രാവണൻ പരാജയപ്പെടുകയാണ്. അങ്ങനെ സൂര്യാസ്തമയത്തിന് ശേഷം അന്നത്തെ യുദ്ധം അവസാനിച്ച് പരാജിതനായ രാവണൻ തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കഥാസാരം. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നമസ്കാരം.